കഥ പ്രിയംവദ. എഴുതിയത് VS അജിത്. ശബ്ദം ജയശ്രീ രാജേഷ്. പ്രിയംവദ എന്ന മുന്നറിയിപ്പ് മുൻപിലും സൈഡിലും പ്രദർശിപ്പിക്കപ്പെട്ട വെള്ള നിറമുള്ള സർക്കാർ വക ആനവണ്ടിയിൽ കയറിയപ്പോഴാണ് വർഷങ്ങൾക്കു ശേഷം അവൾക്ക് വേലക്കാരി ജാനു എന്ന തൻ്റെ പൂർവാശ്രമത്തിലെ വിളിപ്പേര് ഓർമ്മ വന്നത്. ഗസറ്റിൽ കൊടുത്ത് അനസൂയ എന്ന് പേര് മാറ്റിയത് എന്തുകൊണ്ടും നന്നായി. പ്രിയംവദ എന്ന നാമമാണ് സ്വയം സ്വീകരിച്ചിരുന്നതെങ്കിൽ നാണക്കേട് കാരണം ഇപ്പോൾ ഒരിക്കൽ കൂടി സ്വന്തം പേര് മാറ്റേണ്ടി വന്നേനെ. ആശ്രമ കന്യകയെ ഗാന്ധർവ വിധിപ്രകാരം മഹാരാജാവ് മാനഹാനപ്പെടുത്തിയ കഥ കരുണൻ മാഷ് പഠിപ്പിച്ചപ്പോൾ തോഴിമാരായത് കാരണം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട പ്രിയംവദയും അനസൂയയുമായിരുന്നു അവളെ ആകർഷിച്ചത്. പ്രസ്തുത കഥാസന്ദർഭത്തിൽ തോഴി എന്ന് വച്ചാൽ വേലക്കാരി എന്ന് തന്നെയാണല്ലോ. താന്താങ്ങളുടെ പ്രായത്തിന് അനുരൂപമായ കുടങ്ങളിൽ വെള്ളവുമായി നിന്ന ചെറുപ്പക്കാരികളെ ആ കശ്മലൻ വെറുതെ വിട്ടത് അത്ഭുതം തന്നെ. കൊച്ചമ്മമാരെ അപേക്ഷിച്ച് വേലക്കാരികൾക്ക് മാനമുള്ള കാലമായിരുന്നു അതെന്ന് തോന്നുന്നു. ഇപ്പോഴാണെങ്കിൽ ഗസറ്റഡ് ഓഫീസറായ കൊച്ചമ്മയെ ഉദ്യോഗം ഭരിക്കാൻ വിട്ടിട്ട് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായ മുതലാളി വേലക്കാരി ജാനു വരാൻ കാത്ത് പമ്മി നിൽക്കും. 300 രൂപയുടെ ബിരിയാണിയോ 150 രൂപയുടെ മസാല ദോശയോ വച്ചു നീട്ടി കാര്യം സാധിക്കണമെന്നാണ് ലവന്മാരുടെ ആഗ്രഹം. എന്തൊക്കെയായാലും വേലക്കാരിയല്ലേ, നക്കാപ്പിച്ചയിൽ വീഴാതിരിക്കില്ല എന്ന മട്ട്. വീഴില്ല എന്ന് കാണുമ്പോൾ സൗജന്യത്തിൻ്റെ കനം കൂടും. ചുരിദാറും സാരിയും മുതൽ സ്വർണ്ണ കമ്മൽ വരെ ഓഫർ ചെയ്യുന്നവരുണ്ട്. സ്വർണത്തിനൊക്കെ ഇപ്പോൾ എന്താ വില. നമ്മുടെ ജാനു ഇതിലൊന്നും വീണില്ല. 1 പവൻ്റെ ഓഫർ നിരസിച്ചപ്പോൾ മനോഹരൻ മുതലാളിയാണ് അത് പറഞ്ഞത്. എന്തൊക്കെയായാലും നീ വേലക്കാരി ജാനു തന്നെയല്ലേ. എനിക്ക് തൻ്റെ ഒന്നും ഒരു സൗജന്യവും വേണ്ട. ദാഹിച്ച പച്ചവെള്ളം പോലും ഞാൻ കയ്യിലെടുത്തുകൊണ്ടാണ് വരുന്നത്. ജാനു എന്ന പേരാണ് കുഴപ്പമെങ്കിൽ അത് മാറ്റിയിട്ടേ ഇനി ഈ വീട്ടിൽ വരുന്നുള്ളൂ. ആ മൂച്ചിനാണ് അനസൂയ എന്ന നവനാമധേയം ഗസറ്റിൽ പ്രസിദ്ധം ചെയ്തത്. ദിവസവും 2 മണിക്കൂർ പണിയെടുക്കുന്നതിൻ്റെ കൂലിയായി മാസം 20,000 കിട്ടും. ഒരു വീട്ടിൽ 2 മണിക്കൂർ എന്ന ക്രമത്തിൽ 5 വീടുകളിൽ നിന്നായി പ്രതിമാസം 6 ശമ്പളം നേടാൻ അവൾക്കറിയാം. അനസൂയ ഫ്രീ ബീസിൽ വിശ്വസിക്കുന്നില്ല. ഇഫ് യു ആർ ഗെറ്റിംഗ് സംതിങ് ഫ്രീ യു ആർ ദ പ്രോഡക്റ്റ് എന്ന് അലക്സർ പഠിപ്പിച്ചത് അവൾ എന്നും ഓർക്കും. പഠിക്കാൻ മോശമായതുകൊണ്ട് ഈ തൊഴിലിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതല്ല, സ്വമേധയാ തെരഞ്ഞെടുത്തതാണ്. 5 വീടുകളിൽ കൃത്യസമയത്ത് ഓടിയെത്താൻ പബ്ലിക് ട്രാൻസ്പോർട്ട് അപര്യാപ്തമായതുകൊണ്ട് 3 ലക്ഷം കൊടുത്ത് മാരുതി K10 ഓട്ടോമാറ്റിക് എടുത്തു. സെക്കൻഡ് ഹാൻഡ് ആണ്. ഡോക്ടർ അപർണയ്ക്ക് കെട്ടിയവൻ ബർത്ത്ഡേ ഗിഫ്റ്റായി കൊടുത്തത്. അവരത് 10,000 കിലോമീറ്ററേ ഓടിച്ചിട്ടുള്ളൂ. ബെൻസിൽ പോകുന്ന കെട്ടിയവൻ പ്രിയതമയ്ക്ക് വില കുറഞ്ഞ കാർ കൊടുത്തതിന് അവർ തമ്മിൽ വഴക്കായെന്ന് തോന്നുന്നു. അനസൂയ അതൊന്നും കൂടുതൽ ശ്രദ്ധിക്കാൻ പോയില്ല. എങ്കിലും മാഡത്തിനും ഡോക്ടർ ജോലിയുള്ളതല്ലേ, സ്വന്തം പൈസയ്ക്ക് ഇഷ്ടമുള്ളതൊന്ന് വാങ്ങരുതോ എന്ന ചോദ്യം എടുത്തിട്ടു. ഇതിനെ എന്തോ ചെയ്യും എന്ന് ചോദിച്ചപ്പോഴാണ് 3 ലക്ഷത്തിനാണെങ്കിൽ ഞാൻ എടുത്തോളാമെന്ന് അനസൂയ അറിയിച്ചത്. പുതിയത് വാങ്ങാൻ നിവർത്തിയില്ലാഞ്ഞിട്ടല്ല, ലോൺ കിട്ടുകയും ചെയ്യും. പഴയത് വാങ്ങുന്നതാണ് ബുദ്ധിപരം എന്ന് നെപ്പോളിയൻ ഹിൽ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. ചെമപ്പ് നിറമുള്ള പ്രിയപ്പെട്ട മാരുതി K10 രാവിലെ പീരിയോഡിക് സർവീസിന് കൊടുത്ത ശേഷമാണ് അനസൂയ ഇന്ന് ട്രാൻസ്പോർട്ട് ഷടകത്തിൽ കയറിയത്. കഷ്ടകാലത്തിന് അത് പ്രിയംവദ ബസ്സായിപ്പോയി. 0 ടിക്കറ്റ് തരാൻ കണ്ടക്ടർ വന്നപ്പോൾ എനിക്ക് ഓശാരം വേണ്ട, പൈസ തരാമെന്നവൾ അറിയിച്ചു. കാശ് ഒരുപാട് കിടക്കണമെങ്കിൽ ആട്ടോ പിടിച്ചു പോവാത്തതെന്ത് എന്ന് കണ്ടക്ടർ ചോദിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. കിടക്കണമെങ്കിൽ എന്ന പ്രയോഗത്തോട് അവൾക്ക് പൊതുവെ കലിയാണ്. 500 രൂപ തരാൻ കിടക്കുന്നോ എന്നും മറ്റും വാളിപ്പയലുകൾ ചോദിക്കുമ്പോൾ അവൾ നല്ല കൊടുങ്ങല്ലൂർ ഭാഷ വിളിക്കാറുമുണ്ട്.
ഇവിടിപ്പം കണ്ടക്ടർ തമാശയുടെയും സൗഹൃദത്തിൻ്റെയും ടോണിൽ ചോദിച്ചതുകൊണ്ട് സാരമില്ല പോട്ടെ എന്ന് വച്ചപ്പോഴാണ് ഫ്രണ്ടിൽ നിന്ന് 8ാമത്തെ സീറ്റിലിരുന്ന മുതലാളിച്ചി ലക്ഷ്മി ഫൽഗുനൻ ആ കമൻറ്റ് പാസാക്കിയത്. നിന്നെപ്പോലെ എച്ചിലുപാത്രം കഴുകി ജീവിക്കണവർക്ക് വേണ്ടിയാണല്ലോ സർക്കാർ പ്രിയംവദ ബസ് വിട്ടിരിക്കുന്നത് തന്നെ. പിന്നെ 2 ലക്ഷം ശമ്പളമുള്ള നീ എന്തിനാടി ഇതിൽ കയറിയത് എന്ന വാക്യം അവസാനിക്കുന്ന സ്ഥലത്ത് അറുവാണി എന്ന വാക്കുകൂടിയിടാൻ അനസൂയയ്ക്ക് തരിച്ചു വന്നെങ്കിലും അതിലൊരു സ്ത്രീ വിരുദ്ധതയുള്ളതുകൊണ്ട് കടിച്ചമർത്തി. ലക്ഷ്മി ഫൽഗുനന്റെ ഭവനത്തിൽ 2 ആഴ്ച ജോലി ചെയ്ത കാര്യം അവൾ വെറുപ്പോടെ ഓർത്തു. 2 ആഴ്ച കൊണ്ട് ഓടിത്തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നതാവും ശരി. നീയൊക്കെ കണ്ടവന്റെ കൂടെ അപരാധിച്ച് നടന്നപ്പോൾ പുസ്തകം ഇടുക്കി പിടിച്ച് പരീക്ഷ പാസ്സായതുകൊണ്ടാടി 2 ലക്ഷം സ്റ്റാമ്പ് ഒട്ടി വാങ്ങണത്. സ്റ്റാമ്പ് ഒട്ടി വാങ്ങുന്ന കാര്യമൊന്നും വെളി പറയണ്ട. പറഞ്ഞാ നീ എന്തു ചെയ്യും ദേവിടിച്ചി? പേരറിഞ്ഞൂടാത്ത മറ്റൊരു ഉദ്യോഗസ്ഥയാണ് അതിന് പ്രതികരിച്ചത്. 2 ലക്ഷം അക്കൗണ്ടിൽ വരുമെന്നല്ലാതെ നിങ്ങൾക്ക് അതിന്ന് 2 രൂപ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? സ്വന്തം സാലറിന്ന് 500 രൂപ കിട്ടാൻ ലങ്ങേരുടെ മുമ്പിൽ പട്ടിയെ പോലെ ഇരക്കുന്നതും ആ നാറി കവാലം നോക്കി പിടയ്ക്കുന്നതും ഞാൻ എത്രയോ തവണ കണ്ടിരിക്കുന്നു. സത്യം പറ, ഇന്ന് വണ്ടിക്കൂലി തരാതെ അങ്ങേരല്ലേ പ്രിയംവദയിൽ കയറിപ്പൊക്കോളാൻ പറഞ്ഞു വിട്ടത്? ഇതോടെ ഭൂമി 2ആയി പിളർന്ന് സീതാദേവിയെ പോലെ താൻ അതിനുള്ളിലേക്ക് നിബന്ധിച്ചെങ്കിൽ എന്ന് ലക്ഷ്മി ഫൽഗുനൻ ആഗ്രഹിച്ചോ എന്ന് നമുക്കറിയില്ല. എങ്കിലും ബസ്സിനുള്ളിലെ പെണ്ണുങ്ങൾ 2ആയി പിളർന്നു എന്ന് ഉറപ്പായും പറയാം. ആരൊക്കെ ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥകൾ ഒരു ഭാഗത്തും വീട്ടുജോലിക്കും തുണിക്കട ജോലിക്കും ആഫീസിലും മറ്റും പോകുന്ന ധീര വനിതകൾ മറുഭാഗത്തും. അത്താഴ പട്ടിണിക്കാരായ ലവളുമാർക്ക് വേണ്ടി സർക്കാർ ഓരോരോ സൗജന്യം കൊടുക്കുമ്പം ലവളുമാരുടെ നെകളിപ്പ് കണ്ടില്ലേ എന്ന് വരേണ്യ വനിതകൾ ആക്രോശിച്ചു. പിന്നെ കൊച്ചമ്മമാർ എന്തിനിതിൽ കയറി? പെമ്പിള്ളേ സിംഗങ്ങളും വിട്ടില്ല. നിനക്കൊക്കെ BPL കാർഡ്, റേഷൻ അരി, സൗജന്യ ചികിത്സ, പെൻഷൻ, അങ്ങനെ എന്തെല്ലാം വാരി കോരി തരുന്നു. നമുക്കും വേണ്ടേ ഒരു സൗജന്യമൊക്കെ? അടുക്കളപ്പണിക്കും ആഫീസിലും സമയത്ത് ചെന്നില്ലെങ്കിൽ നാളെ മുതൽ പണി കാണില്ല. ഞങ്ങൾ ആട്ടോ പിടിച്ചായാലും പോവും. നിനക്കൊക്കെ ആഫീസിലും കോളേജിലും എത്തേണ്ട സമയത്ത് ഓർഡിനറി ബസ് കിട്ടും. കിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വാധീനം ഉപയോഗിച്ച് വരുത്തും. 30 രൂപ പാവപ്പെട്ട ആട്ടോക്കാരന് കൊടുക്കാൻ മടിച്ച് സെക്രട്ടേറിയറ്റിന്റെ അകത്തേക്ക് രാവിലെയും വൈകിട്ടും സ്പെഷ്യൽ KSRTC ബസ് വിട്ട ടീംസ് അല്ലേ? വിടുമടി, വിടും. അത് നമ്മുടെ മിടുക്ക്. വൃത്തിയും മെനയുമുള്ളവരെ കാണുമ്പം നിനക്കൊക്കെ മുടിഞ്ഞ കോംപ്ലക്സ് ആണ്, അസൂയ. ആദ്യം സ്വന്തം പൈസയ്ക്ക് വിനിമയാധികാരം നേടിയെടുക്ക്. ഈ കാണിക്കുന്ന മൂച്ചൊക്കെ സ്വന്തം വീട്ടിൽ ചെന്ന് കെട്ടിയവന്റെ മുമ്പിൽ കാണിക്ക്. പിന്നെ അസൂയയല്ല മാഡം, സഹതാപമാണ്. സഹതാപം മാത്രം. ഇത്രയും അടത്തിട്ടിട്ട് അനസൂയ അടുത്ത കവലയിൽ ഇറങ്ങി ഓട്ടോ പിടിച്ചു. കാർ വർക്ക്ഷോപ്പിലായ കാരണം ഇന്നിത്തിരി വൈകുമെന്ന് ലോറൻസ് സാറിനെ വിളിച്ചു പറഞ്ഞു. വൈകിയെത്തിയാലും ജോലി തീർത്തിട്ടേ മടങ്ങൂ എന്നറിയാവുന്ന ലോറൻസ് സാർ ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂസ് എന്ന് പ്രതിസ്പന്ദിച്ചു. പൊട്ടിക്കാളിയായ ഭാര്യയെ കെട്ടിയതിലും വിദ്യാസമ്പന്നയായ വേലക്കാരിയെ കെട്ടിയതിലും അയാൾക്ക് ഒരുപോലെ സന്തോഷമാണ്.